നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി സത്യനിഷേധികളുടെ വചനത്തെ ഏറ്റവും താഴ്ന്നതാക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ വചനമാണ് ഏറ്റവും ഉയർന്നത്. അള്ളാഹു അജയനും തന്ത്രജ്ഞനുമാകുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസിക സംഭവമായ ഹിജ്റയെക്കുറിച്ചാണ് ഇവിടെ സൂചന. സ്വന്തം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അതേസമയം പ്രവാചകനെ വധിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ശത്രുക്കൾ. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മക്ക വിട്ട് കഴിഞ്ഞു എന്നുറപ്പായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ആരംഭിക്കുന്നത്. ഒരു സഹചരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൂട്ടി. അത് ഹസ്രത്തുൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരുപ്പിൽ കിടത്തി തന്നെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുന്ന സംഘത്തിൻ്റെ കണ്ണു വെട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. 3 നാഴിക അകലെയുള്ള സൗർ ഗുഹയിൽ അവർ ഒളിച്ചിരുന്നു. നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിയുന്നത്. അതോടെ നാട് മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. ചിലർ സൗർ ഗുഹയുടെ അടുത്ത് വരെ എത്തി. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ നാം 2 പേർ മാത്രമേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല, അള്ളാഹുവും നമ്മോടൊപ്പമുണ്ട്. 3 ദിവസം അവർ ഗുഹയിൽ കഴിച്ചുകൂട്ടി. അതിനുശേഷം മദീനയിലേക്ക് പോവുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അവർക്ക് സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? 3 ആളുകൾ കൂടി ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അവരിൽ 4-മനായിട്ടല്ലാതിരിക്കില്ല. 5 ആളുകൾ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അവരിൽ 6-മനായിട്ടല്ലാതെയും ഇരിക്കുകയില്ല. അതിലും കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ, മനുഷ്യർ എവിടെയായിരുന്നാലും ശരി, അവരോടൊപ്പം